അലമീൻ, ഈ വിഷയത്തിൽ പവർ ഗ്രൂപ്പിൽപ്പെട്ടവരെല്ലാവരും AMMAയുടെ ആ ഭാരവാഹികളാകാൻ സാധ്യതയുണ്ടെന്നിരിക്കെ AMMAയുടെ നിലപാടിനാണ് നമ്മൾ മണിക്കൂറുകൾ ഇത്രയായിട്ടും കാത്തിരുന്നത്. ഒരു വാക്കും ഒഴിഞ്ഞിട്ടില്ല AMMAയുടെ ഒരു നേതാവും. എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരം കൂടിയാണോ നമ്മൾ ഈ പുറത്തുവിടുന്ന വാർത്ത? 97-ാമത്തെ പേജ് മുതൽ 107-ാമത്തെ പേജ് വരെ ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങളിൽ ഇവരുടെ പേര് വരാനുള്ള സാധ്യത അതവർ ഭയക്കുന്നുണ്ടാകുമോ? അല്ലമീൻ, പേരില്ലെങ്കിലും ആ സൂചനകൾ. അരുൺ, വിശദമായി പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് അമ്മയുൾപ്പെടെ മറ്റു സിനിമാ സംഘടനകളുടെ നേതൃത്വമൊക്കെ പ്രതികരിച്ചത്. പക്ഷേ ദിവസം ഇത്ര കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി വിശദമായി പഠിക്കാൻ എത്ര ദിവസം വേണമെന്നത് മറ്റൊരു ചോദ്യമാണ്. എന്ന് മാത്രമല്ല, വിശദമായി പഠിച്ച് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് ഭാരവാഹികൾ പറഞ്ഞത്. എക്സിക്യൂട്ടീവ് യോഗം എന്നു ചേരുമെന്നതിൽ പോലും ഇതുവരെ ഒരു തീരുമാനമെടുത്തില്ല. പ്രത്യേകിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയ്ക്കാകെ അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ചർച്ചകൾ നടത്തുന്നു, വിമർശനങ്ങൾ ഉയരുന്നു, വിവാദങ്ങൾ ഉയരുന്നു. സിനിമാ മേഖലയ്ക്ക് ഉള്ളിൽ നിന്ന് നിൽക്കുന്നവർ തന്നെ വിമർശനവുമായി ഓരോ ദിവസവും രംഗത്തേക്ക് വരുന്നു. അപ്പോൾ അത് തടയിടേണ്ടത് സ്വാഭാവികമായും ഈ സംഘടനകളുടെയും അതിൻ്റെ ഭാരവാഹികളുടെയും കൂടി ചുമതലയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് ഒരുപക്ഷേ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നേക്കും എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും ചേരാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായൊരു അറിയിപ്പ് വന്നിട്ടില്ല. പക്ഷേ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിൻ്റെ ഒരു ആത്മകഥാ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്ന് വൈകുന്നേരം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിദ്ദീഖിൻ്റെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിന് പൂർണ്ണ പിന്തുണ സംഘടന നൽകുമെന്നുള്ളതായിരുന്നു. മറ്റു കാര്യങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തതിന് ശേഷം പ്രതികരിക്കാമെന്നാണ്. സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് സിദ്ദീഖിൻ്റെ ഈ പുസ്തക പ്രകാശന പരിപാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരും. എന്ത് മറുപടി, എന്ത് പ്രതികരണം അദ്ദേഹം നടത്തുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. സംഘടനകളെ സംബന്ധിച്ച്, അമ്മയെ സംബന്ധിച്ചും മറ്റ് സംഘടനകളെ സംബന്ധിച്ചും വാതുറക്കാനാവാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ പോലും ഒരുപക്ഷേ ആരോപണങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അത് പുറത്തു വന്നാൽ, ആ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടും വലിയ പ്രതിരോധവും സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോഴും മൗനം തുടർന്ന് മുന്നോട്ട് പോകാൻ ഒരു നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അത് നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്, പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് ആ സംഘടനകളുടെ നിലപാടിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിനിമാ രംഗത്തെ പലരും പറയുന്നു ഇനിയും അങ്ങനെ മൗനം ഭുജിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രതികരണങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുമെന്നവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിനയൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കോൺക്ലേവ് ഒക്കെ നടത്തുമ്പോൾ ഈ പവർ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളെ മുന്നിൽ നിർത്തിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രതിഷേധവും വലിയ പ്രതിരോധവും ഉണ്ടാകുമെന്ന് വിനയൻ ഉൾപ്പെടെ പറയുമ്പോൾ സിനിമാ രംഗത്ത് ഒരു പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ തുടർ ചലനങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക്, വലിയ പൊട്ടിത്തെറികളിലേക്ക് ഒരുപക്ഷെ നയിച്ചേക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ള ആലോചനകൾ തന്നെയാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി പ്രതികരണം നടത്തി കൂടുതൽ വഷളാകേണ്ടതില്ല, പല്ലിൽ കുത്തി നാട്ടിക്കേണ്ടതില്ല എന്നൊരു നടപടിയുടെയും നിലപാടിൻ്റെയും ഭാഗമായിട്ടാണ് അവർ മൗനം ഭുജിക്കുന്നത്. പക്ഷേ എത്ര നാൾ അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഏതായിരുന്നാലും അധിക നാൾ അങ്ങനെ മിണ്ടാതിരിക്കാനും പറ്റില്ല. പ്രത്യേകിച്ച് കോടതിയിൽ ഉൾപ്പെടെ വിഷയം വരികയും കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനും പോകുമ്പോൾ കൃത്യമായൊരു നിലപാട് ഇന്നല്ലെങ്കിൽ നാളെ സംഘടനകൾക്ക് പറഞ്ഞേ മതിയാവൂ. അരുൺ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. AMMAയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതിനെയും എത്തിയിട്ടില്ല. നമ്മൾ ഈ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരുടെ പ്രതികരണമാണ് ഇനി തേടേണ്ടത്. അവരാരും ഒരു വാക്ക് പോലും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നായക നടന്മാരോ സഹനടന്മാരോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതെല്ലാം അബദ്ധമാണ്, പറഞ്ഞതെല്ലാം അബദ്ധമാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു വിഷയവും അവർ പ്രതികരിച്ചിട്ടില്ല. അറിയേണ്ടത് പവർ ഗ്രൂപ്പിന് ആരുടെ മേലിലൊക്കെ പിടിയുണ്ട് എന്നുള്ളതാണ്. ഇനി ആരുടെയൊക്കെ മേലിൽ പിടിയുണ്ടെങ്കിലും റിപ്പോർട്ടർ TV ആ പിടിക്ക് വഴങ്ങാൻ പോകുന്നില്ല എന്നുള്ളതും പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിലപാടെടുത്ത നാൾ മുതൽ റിപ്പോർട്ടർ TV നേരിട്ട ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾക്കും അപ്പുറം ഈ പവർ ഗ്രൂപ്പിനെ ഉയർത്താൻ പോകുന്ന ഒരു സമ്മർദ്ദത്തിലും റിപ്പോർട്ടർ TV കീഴ്പ്പെടുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. സർക്കാർ സമ്മർദ്ദ ഗ്രൂപ്പിന്, ഈ പവർ ഗ്രൂപ്പിന് വഴങ്ങിയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിലാണ് നമ്മളിനി ഇതിൻ്റെ നിയമവശം തേടാൻ പോകുന്നത്. 97-ാമത്തെ പേജ് മുതൽ 107 വരെയുള്ള പേജുകൾ വിവരാവകാശ ഓഫീസർ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും സർക്കാർ എന്തുകൊണ്ട് വെട്ടിമാറ്റി എന്ന ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 18/7/2024 ജൂലൈ മാസം 18-ാം തീയതി നൽകിയ ഉത്തരവിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് ഡെപ്യൂട്ടി സെക്രട്ടറി വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. ആ ഭാഗം വായിക്കുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഈ വെട്ടിമാറ്റപ്പെട്ട ഭാഗങ്ങളുടെ ഗൗരവം മനസ്സിലാവുക. ആ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സൂചനയിലെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഭാഗങ്ങളും
ബഹുസംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൽ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് നിഷ്കർഷിച്ചിട്ടുള്ള ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ 18-ാം തീയതി ഈ ഉത്തരവിടുന്ന സമയത്ത് എന്താണോ ഒഴിവാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരും എന്താണോ ഒഴിവാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിവരാവകാശ കമ്മീഷണറും നിർദ്ദേശിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചുവടപ്പട്ടികയിൽ ചേർക്കുന്ന പ്രകാരമുള്ള വിവരങ്ങളൊഴികെ, ആ വിവരങ്ങളൊഴികെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം, ഈ വിവരങ്ങളൊഴികെ ബാക്കി ഭാഗങ്ങൾ വെളിപ്പെടുത്താനാവുന്ന 233 പേജുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നേരിട്ട് കൈപ്പറ്റുന്നതിനായി 699 രൂപ മുടക്കി എത്തണം എന്നതാണ് ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവ്.